കാസർഗോഡ് നിന്ന് സത്യശീലൻ്റെ ഒരു ചോദ്യം ഞാൻ വായിക്കാം. DS ശ്രീനിവാസൻ സാർ, മുഴുനീള ഹാസ്യചിത്രം എന്ന ആശയം സിനിമയിൽ കൊണ്ടുവന്നത് താങ്കളാണല്ലോ. അങ്ങനെ ഒരു ആശയം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും മുഴുനീള ഹാസ്യചിത്രം എന്ന് പറയുന്ന അങ്ങനൊരു ആശയം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താണ് ആശയം എന്ന് പറഞ്ഞാൽ? മുഴുനീള ഹാസ്യം എന്ന് വെച്ചാൽ ആദ്യാവസാനം ആളുകളെ ചിരിപ്പിക്കുന്ന സിനിമകളാണെങ്കിൽ അതൊക്കെ ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ പല ആളുകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ലേഡീസ് ഹോസ്റ്റൽ, ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതിയ ലേഡീസ് ഹോസ്റ്റൽ, കോളേജ് ഗേൾ, അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ എന്ന് വെച്ചാൽ ആദ്യാവസാനം ചിരി ഉണർത്തിയ സിനിമകളായിരുന്നു. അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. ഞാൻ ഇടക്കാലത്ത് പ്രിയദർശനുമായിട്ടും സത്യനുമായിട്ടൊക്കെ ചില സിനിമകൾക്ക് വേണ്ടി ഇതല്ല, അതും എൻ്റെ ആശയമൊന്നുമല്ല, അത് പലതും അതൊക്കെ സംവിധായകരുടെ ഞാനും ഒക്കെ ചേർന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയ കഥകളും സിനിമകളൊക്കെയാണ്. പിന്നീട് പലരും താങ്കളെ അനുകരിച്ച് തിരക്കഥകളുണ്ടാക്കി. അതുകൊണ്ട് എന്നെ അനുകരിച്ചു എന്നുള്ള പ്രയോഗം ഇല്ല. അവയും സാമാന്യം തരക്കേടില്ലാത്ത നിലവാരം പുലർത്തിയിരുന്നു. എന്നുവെച്ചാൽ എന്നെ അനുകരിച്ചു എന്ന് പറയുന്ന ആൾക്കാരുടെ തിരക്കഥകൾ 1990 മുതൽ 95 വരെ ഇത്തരത്തിലുള്ള ധാരാളം കോമഡി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. മിമിക്രി ചിത്രങ്ങൾ എന്ന് ആക്ഷേപിക്കപ്പെട്ട സിനിമകളിൽ പോലും നിലവാരമുള്ള തമാശകൾ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ തമാശ എന്ന് പറഞ്ഞാൽ തെറി എന്നാണ് അർത്ഥം. അസഭ്യ വർത്തമാനവും ദ്വയാർത്ഥ പ്രയോഗവും കൊണ്ട് സമ്പന്നമാണ് ഇന്നത്തെ മലയാള ചിത്രങ്ങൾ. അതിനെപ്പറ്റി പറയാം. ഈ വർഷത്തെ വലിയ ഹിറ്റ് മീശമാധവനിലെ ചില പദപ്രയോഗങ്ങൾ കേട്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങി ഓടാൻ തോന്നിപ്പോയി. ഈ വൃത്തികെട്ട തമാശകൾ കേട്ട് പ്രേക്ഷകർ പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. ആർക്കാണ് കുഴപ്പം? സിനിമാക്കാർക്കോ അതോ പ്രേക്ഷകർക്കോ? ശ്രീനിവാസൻ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് കൊല്ലത്ത് ഉള്ള ഒരാളെപ്പറ്റി പത്രത്തിൽ വായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എത്ര പിന്നെ മെഗാ വാട്ട്സ് കറണ്ടായാലും കൈകൊണ്ടിങ്ങനെ പിടിക്കും. അപ്പോൾ അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. ചെറിയ ചെറിയ ലൈനുകൾ പിടിച്ച് ബോഡിയിൽ ഈ കറണ്ടിനെ പിന്നെ ഏൽക്കാത്ത രീതിയിലേക്ക് പരിശീലനം നടത്തിയിട്ട് വലിയ കറണ്ടും തൊടാനും പിടിക്കാനും പുള്ളിക്ക് കറണ്ട് പ്രശ്നമില്ലാതാവുന്ന രീതിയിൽ അതിനെ അപ്പോൾ ചെറിയ സംഗതികളൊന്നും ഏൽക്കാതെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ മരവിച്ച ഒരു അവസ്ഥയിൽ ഇങ്ങനെ കണ്ട് പിന്നെ വളിപ്പുകൾ കണ്ട് ഒരു വളിപ്പും ഏൽക്കാതെ വരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചിലപ്പോൾ ഇനി തെറി കൊണ്ട് ഒരു കളി കളിച്ച് നോക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. കാരണം മറ്റേതെല്ലാം തീർന്നു.